നമസ്കാരം. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം. ടി എസ് എച്ചും തൈറോയ്ഡ് അസുഖങ്ങളും. ടി എസ് എച്ച് എന്നാൽ എന്താണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ടി എസ് എച്ച്. ഇത് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബ്രെയിനിന് താഴെയുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. എന്താണ് ഇതിൻ്റെ ജോലി? ഇത് പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിലുള്ള ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയുണ്ട്, തൈറോയ്ഡ്. അതിനെ നിയന്ത്രിക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതുവഴി T3 ട്രൈയോഡോതൈറോണിൻ, പിന്നെ തൈറോക്സിൻ T4, ഈ രണ്ട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്താണ് ഈ ഹോർമോണുകൾക്ക് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള റോളുകൾ? പ്രധാനമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിലെ താപനിലയെ നിയന്ത്രിക്കുന്നു, ബോഡി ടെമ്പറേച്ചർ. പിന്നെ ഹാർട്ട് റേറ്റ്, ഹൃദയത്തുടിപ്പ് നിയന്ത്രിക്കുന്നു. പിന്നെ എനർജി ലെവൽ, നമ്മുടെ ശക്തിനില, അത് നിയന്ത്രിക്കുന്നു. അതേപോലെ മെറ്റബോളിസം, ശരീരം നമ്മുടെ ഊർജത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നിയന്ത്രിക്കുന്നു. സ്റ്റോർ ചെയ്യുന്നു അതോ അത് കത്തിച്ചു കളയുന്നു തുടങ്ങിയവ മെറ്റബോളിസം. ഇനി എന്തെല്ലാം അസുഖങ്ങളാണ് ഈ തൈറോയിഡിനെ ബന്ധപ്പെട്ട് വരുന്നത്? പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ്: ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. ഹൈപ്പോ തൈറോയിഡിസം അതാ അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ് ഗ്രന്ഥി മന്ദഗതിയിലാവുന്നു. അപ്പോൾ ഹോർമോണുകൾ കുറച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ അത് കൂടുതൽ ഉണ്ടായി അങ്ങനെ T3 T4 ഹോർമോണുകളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തൈറോയ്ഡ് ശ്രമിക്കുന്നു. സോ അതുവഴി TSH അധികമാകുകയും T3 T4 കുറയുകയും ചെയ്യും. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം ആളുകളുടെ രോഗലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും അമിതഭാരം, ബോഡി വെയ്റ്റ് കൂടുക, പിന്നെ തണുപ്പിനോടുള്ള അതിസംവേദനം അഥവാ കോൾഡ് ഇൻടോളറൻസ്, തണുപ്പ് സഹിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അവർക്ക്, മലബന്ധനം, കോൺസ്റ്റിപ്പേഷൻ, ഡ്രൈ സ്കിന്ന്, ഉണങ്ങിയ തൊലി, ഇറഗുലർ പീരീഡ്സ് തുടങ്ങിയവയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് തൈറോയ്ഡ്. ഈ സാഹചര്യങ്ങൾ TSH കുറവായിരിക്കും, ഹൈപ്പർ തൈറോയ്ഡ് T3 T4 അധികമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇത്തരക്കാർക്കുള്ള രോഗലക്ഷണങ്ങൾ? പ്രധാനമായും ഹീറ്റ് ഇൻടോളറൻസ്, ഭാരം കുറയുക, ഹൃദയമിടിപ്പ് അധികമാകുക, പിന്നെ വിയർപ്പ്, കൈകൾ ഒക്കെ വിറയ്ക്കുക തുടങ്ങിയവയാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസമാണോ ഹൈപ്പോർ തൈറോയിഡിസമാണോ എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം? അത് ലളിതമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, TFT, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. അതിൽ TSH നോക്കാം, T3 T4 തുടങ്ങിയവ നോക്കുന്നത് വഴി നമുക്ക് കണ്ടെത്താം ഹൈപ്പറാണോ ഹൈപ്പോ തൈറോയിഡിസമാണോ എന്നുള്ളത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ചികിത്സ ഹൈപ്പോ തൈറോയ്ഡ് ആണെന്നുണ്ടെങ്കിൽ തൈറോക്സിന്, തൈറോനോമ തുടങ്ങിയ ഹോർമോണുകൾ കൊടുക്കുകയും, ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിൽ ആൻറ്റി തൈറോയ്ഡ് മരുന്നുകൾ കൊടുക്കുകയും, റേഡിയോ ആക്റ്റീവ് അയഡിന്, പിന്നെ സർജറികൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ ചികിത്സകൾ. അവസാനമായി ഈ തൈറോയ്ഡ് അസുഖങ്ങൾ വളരെ സാധാരണമാണ്. പ്രധാനമായിട്ട് സ്ത്രീകളിലും പ്രായ കൂടുതലുള്ളവരിലും കണ്ടുവരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരത്തിലെ വ്യത്യാസം, അമിത ഭാരമാവുകയോ ഭാരം കുറയുകയോ, എന്തെങ്കിലും മൂഡ് സ്വിങ്സ്, അതായത് മനോഭാവങ്ങളിലുള്ള മാറ്റം, ക്ഷീണം തുടങ്ങിയവ, മുടി കൊഴിച്ചിൽ, ഇറഗുലർ പീരീഡ്സ് തുടങ്ങിയ ആർത്തവത്തിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ തുടങ്ങിയ വരുമ്പോൾ നിങ്ങളൊരു TSH ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, പ്രധാനമായിട്ടും TSH, പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം T3 T4 TPO ആൻറ്റിബോഡി, അല്ല കഴുത്തിൻ്റെ സ്കാനുകൾ, മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഒരു ലളിതമായ TSH ടെസ്റ്റ് നിങ്ങളുടെ ആരോഗ്യത്തെ പരിപാലിക്കും, അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ തേടുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.